ഞാൻ എവിടെയാ നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? വേറെ എങ്ങുമല്ല, നമ്മുടെ സ്വന്തം മണ്ണാറശാല അമ്പലത്തിലാണ്. ഞാൻ അങ്ങോട്ടേക്ക് എല്ലാ വർഷവും പോകാൻ ശ്രമിക്കാറുണ്ട്, പക്ഷെ കഴിഞ്ഞ വർഷം പോയില്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതുകൊണ്ട് ഈ വർഷം കുറച്ച് നേരത്തെ നമ്മൾ അങ്ങ് പോയി. നടക്കില വെക്കാനും നമ്മൾ പുറ്റുമുട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. മണ്ണാറശാല അമ്പലത്തിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭംഗി നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം എനിക്കില്ലാന്ന് എനിക്കറിയാം. ഇനി അഥവാ നിങ്ങൾ ആരും പോയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഈ അമ്പലത്തിലൊന്ന് പോയി നോക്കണേ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ നിങ്ങളൊക്കെ കാണിക്കാൻ കണ്ണട്ടയുടെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ നമ്മൾ കണ്ണട്ടയൊന്നും കണ്ടില്ല കേട്ടോ. കണ്ണട്ട മീൻസ് ഒരു വലിയ സൈസുള്ള അട്ടയാണ് ഗൈസ്. അത് ഇവിടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ നമ്മൾ രാമക്കുളത്തിന് അവിടെ പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇങ്ങനെ എടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ 100 പാലും വഴിപാട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പ്രസാദം നമ്മുടെ വീട്ടിലേക്ക് പോസ്റ്റ് ഓഫീസ് വഴി വരുന്നതായിരിക്കും. അതിനുവേണ്ടി നമ്മൾ അഡ്രസ് ഒക്കെ അവിടെ ഇങ്ങനെ എഴുതി കൊടുത്തോണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോ ഞാൻ ഇവിടെ നിന്ന് ഉണ്ണിയപ്പം വാങ്ങിച്ച് നേരെ നമ്മുടെ സ്വന്തം അമ്പലപ്പുഴയ്ക്ക് പോയി കഴിയും. സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ നമ്മുടെ അമ്പലപ്പുഴ അമ്പലത്തിലേക്ക് പോകുന്നത്. ഇതിനു മുന്നേ കുറെ വട്ടം അമ്പലപ്പുഴയ്ക്ക് പോകാൻ ഭയങ്കരമായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. എല്ലാം പ്ലാൻ ചെയ്ത് സെറ്റായി സമയമാകുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ട് നമുക്ക് പോകാൻ പറ്റാതായപ്പോ ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു ഗൈസ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു താമരപ്പൂ, ഒരു മാല, ഒരു നെയ്യൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ അമ്പലത്തിനകത്ത് കയറി. എന്റടാ ഒന്ന് കാല് കിടക്കാൻ കുളത്തിലിറങ്ങിയത് മാത്രം ഓർമ്മയുള്ളൂ. നമ്മുടെ മീനൊക്കെ ഒന്ന് മസാജ് ചെയ്ത് എന്റെ പൊന്നെ എന്തായിരുന്നു എന്റെടാ. സത്യം പറഞ്ഞാൽ ഇക്കിളിയാണോ എന്താണോ എന്തൊരു കുളിരാണോ പറയാൻ പറ്റത്തില്ല. ഒരു എന്താ പറയുക, നമുക്ക് വലിക്കണമെന്ന് തോന്നും, സുഖം കൊണ്ട് അവിടെ വെക്കണമെന്ന് തോന്നും. ഒരുമാതിരി വല്ലാത്തൊരു നല്ലൊരവസ്ഥ. അങ്ങനെ അമ്പലപ്പുഴയിലും പോയി മണ്ണാറശാലയിലും പോയി നമ്മൾ തിരിച്ച് വീട്ടിൽ പോകണം ഗൈസ്. അപ്പൊ ഇതുപോലത്തെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് ചാനലൊന്ന് ഫോളോ ചെയ്ത് വെച്ചേക്ക. അപ്പോ എന്തല്ലേ ഗൈസ്.